കെ.വി. തോമസിന്റെ പുസ്തകം അത് ചെറിയ രീതിയിലെങ്കിലും രാഷ്ട്രീയ കേരളത്തിൽ ചെറിയ ചലനങ്ങളൊക്കെ ഉണ്ടാക്കി തുടങ്ങുന്നുണ്ട്. ഇനി ആ പുസ്തകം പുറത്തിറങ്ങി എല്ലാവരും വായിച്ചു കഴിയുമ്പോഴായിരിക്കും കൂടുതൽ വിവാദങ്ങളിലേക്ക് നീങ്ങുക. പത്മജ വേണുഗോപാൽ ഇതുമായി ബന്ധപ്പെട്ട്, കാരണം പത്മജ വേണുഗോപാലിന്റെ പേര് അതിൽ പരാമർശിക്കുന്നുണ്ടെന്ന് മാത്രമല്ല, സോണിയാഗാന്ധി കെ കരുണാകരനും തമ്മിലുള്ള ഊഷ്മള ബന്ധം തകരാനുള്ള കാരണം പത്മജ വേണുഗോപാലിന്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട ആഗ്രഹങ്ങളായിരുന്നു എന്നും കൂടി ആ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ കേൾക്കാം എന്താണ് പത്മജയ്ക്ക് പറയാനുള്ളതെന്ന്. ഞാനൊരു ന്യൂസ് കണ്ടു. അതായത് കെ.വി. തോമസ് എഴുതിയൊരു ബുക്ക്, അതിൽ കെ കരുണാകരനെ വല്ലാതെ ഇടിച്ച് താഴ്ത്തി സംസാരിച്ചു എന്ന് എനിക്ക് തോന്നിയോണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. അദ്ദേഹം പറയണത് സോണിയാഗാന്ധിയും കെ കരുണാകരനും തമ്മിൽ അകന്നത് എൻ്റെ കാര്യം പറഞ്ഞിട്ടാണ്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടേയില്ല. ഒരാൾ മരിച്ചു എന്ന് വിചാരിച്ചിട്ട് അയാളെ പറ്റി അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എഴുതരുത് മാഷ്. എനിക്ക് മാഷോട് ഇപ്പോഴും ഭയങ്കര ബഹുമാനമുള്ളൊരു വ്യക്തിയാണ്. പക്ഷെ എൻ്റെ മനസ്സ് വല്ലാതെ വേദനിച്ചു. കാരണം അച്ഛൻ്റെ ഏറ്റവും വിശ്വസ്തനായിട്ട് നിന്ന് അപ്പോൾ ഒരാളിങ്ങനെ പറയുമ്പോൾ പലരും വിശ്വസിച്ചു എന്ന് വരും. അതില്ലാതിരിക്കാനാണ് ഞാൻ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നത്. കാരണം എനിക്ക് പണ്ട് ചാലക്കുടിയിലൊരു സീറ്റ് എല്ലാവരും കൂടി വന്ന് പറഞ്ഞ് അങ്ങനെ അച്ഛൻ സംസാരിച്ചു. ആരോടും അച്ഛൻ മുകളിലേക്കൊന്നും സംസാരിച്ചിട്ടില്ല. ചിലപ്പോൾ ഇനി മാഷോട് പറഞ്ഞോ എന്നൊന്നും എനിക്കറിയില്ല. എൻ്റെ അറിവിൽ ഇവർ പിന്നെ അത് കഴിഞ്ഞ് ഇവിടെ വേറൊരു ലോബി ഉണ്ട്, അവർ എതിർത്തപ്പം ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ വേണ്ട, എനിക്ക് നിൽക്കാനുള്ള സമയമൊന്നും ആയിട്ടില്ല, അവരതൊക്കെ പറഞ്ഞോട്ടെ, ഞാൻ പിന്മാറുക എന്ന് പറഞ്ഞ് ഞാനൊരു വഴക്കുമില്ലാതെ പിന്മാറിയ ആളാണ്. അതിൽ കൂടുതൽ അതിലൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞ് അച്ഛൻ നരസിംഹനെ PV എന്ന് വിളിച്ചു എന്ന്. അപ്പം പിന്നെ ഈ KC എന്ന് വിളിക്കുന്നതും VD എന്ന് വിളിക്കുന്നതും RC എന്നൊക്കെ വിളിക്കുന്നത് അത് അപമാനിക്കലാണോ? എത്രയോ ജൂനിയേഴ്സ് വിളിക്കുന്നുണ്ട്. അതൊരു ബഹുമാനത്തിൻ്റെ അല്ലെങ്കിൽ അങ്ങനെ ഒരു വിളിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പിന്നെ ഈ PV നരസിംഹറാവുവിനെ ആരാണ് പ്രധാനമന്ത്രിയാക്കിയതെന്ന് ഇവിടുത്തെ കൊച്ചു കുട്ടികൾക്കറിയാം. അപ്പം അച്ഛനേക്കാളും ജൂനിയർ ആയിട്ടുള്ള ആളെ അച്ഛൻ PV എന്നല്ലാണ്ട് ഒറ്റ ദിവസം കൊണ്ട് മാറ്റാൻ പറ്റില്ല. അത് മാറ്റാം. നമ്മൾ പ്രസിഡന്റിനെയൊക്കെ വിളിക്കുകയാണെങ്കിൽ പ്രസിഡന്റ് നമ്മൾ സാറെന്ന് വിളിക്കണം. അല്ലാണ്ട് കൂടെ വർക്ക് ചെയ്ത ഒരു പ്രധാനമന്ത്രിയായി പോയി എന്ന് വെച്ചിട്ട് അദ്ദേഹത്തിന് എന്താ പറയേണ്ടത്, സാർ ഇതൊന്നും വിളിക്കേണ്ട, ആർക്കും അതിൻ്റെ ആവശ്യമില്ല. നമ്മളിപ്പോൾ മുഖ്യമന്ത്രിയായ നാളെ എനിക്ക് KC ആരാവണേ എനിക്കറിയില്ല. അദ്ദേഹത്തെ അടുത്ത ആൾക്കാർ KC എന്നല്ലേ വിളിക്കുള്ളൂ, സാറെന്ന് ഒറ്റ ദിവസം കൊണ്ട് മാറ്റി വിളിക്കൂ. അപ്പോൾ അത് പറഞ്ഞതിന് കുറ്റം. അതുകൊണ്ടാണ് അത്ര നരസിംഹറാവു അച്ഛനായിട്ടാകുന്നത്. അതൊന്നുമല്ല, അദ്ദേഹത്തിന് പേടിയായിരുന്നു അച്ഛൻ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് വരുമെന്ന്. അതിനാണ് അച്ഛനെ തൃശ്ശൂർ തോൽപ്പിച്ചത്. എൻ്റെ പിതാവ് അദ്ദേഹം ആര് മരിച്ചാലും എത്ര ശത്രുക്കൾ മരിച്ചാലും കാണാൻ പോകും. പക്ഷെ ആദ്യമായിട്ട് നരസിംഹറാവു മരിച്ചപ്പോൾ അച്ഛൻ പോയില്ല. കാരണം അദ്ദേഹത്തിന് അത്രയും മനസ്സിന് വേദന ഉണ്ടെന്ന് എനിക്ക് തോന്നി. പറയുമ്പോൾ അദ്ദേഹം ഡൽഹിയിൽ ഉണ്ടായിട്ട് പോയിട്ടില്ല. അങ്ങനെ ഒരാളെ എന്താ PV എന്ന് വിളിച്ചുകൊണ്ട് മാത്രം പിണങ്ങും എന്ന് പറയാൻ ഇത്ര വിഡ്ഢിയാണോ മാഷ്? എനിക്കത് ഭയങ്കര, കാരണം മാഷെ പോലെ ഒരാളുടെ കയ്യിൽ നിന്ന് ഞാനിത് പ്രതീക്ഷിച്ചില്ല. അതുകൊണ്ട് എനിക്ക് വളരെയധികം വിഷമം തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ പോസ്റ്റ് ഇട്ടത്. ദയവ് ചെയ്ത് മരിച്ചുപോയവരെ പറ്റി ആവശ്യമില്ലാത്ത പറഞ്ഞ് നമ്മൾ ആളാവണ്ട, അത് ശരിയല്ല. അതുകൊണ്ടാണ് മാഷ എല്ലാവരും അങ്ങോട്ട് മാറി ഇങ്ങോട്ട് മാറി അവിടേക്ക് ചാടി എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നത്. എവിടെയെങ്കിലും മരിച്ചുപോയ ഒരാളെ പറ്റി പറയുമ്പോൾ മാഷ്ക്ക് ചെയ്ത ഉപകാരങ്ങളും, മാഷ് ആ ഫ്രഞ്ച് ചാരക്കേസ് സമയത്ത് അവിടെ വന്ന് 2-3 മാസം ഞങ്ങളുടെ വീട്ടിൽ നിന്നൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. അങ്ങനെ ഒരു മനുഷ്യനെ മരിച്ചു കഴിഞ്ഞു എന്ന് വെച്ചിട്ട് ഇങ്ങനെ രീതിയിലൊരു കളിയാക്കുന്ന രീതിയിൽ പറഞ്ഞത് എൻ്റെ മനസ്സിന് വളരെയധികം വേദന ഉണ്ടാക്കി. ഇത് മാത്രം പറയാനാണ് ഞാൻ. മനസ്സിന് വേദനയുണ്ടാക്കി എന്നുള്ള കാര്യമാണ് പത്മജ വേണുഗോപാൽ പറയുന്നത്.